ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ വയനാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ സജീവമായിരിക്കുന്നത് യുഡിഎഫ് ക്യാമ്പിലാണ്. യുഡിഎഫിന്റെ ഉറച്ച മണ്ഡലമെന്ന വിലയിരുത്തലാണ് ഇതിന് കാരണം. എൽഡിഎഫിൽ സീറ്റ് സിപിഐക്ക് തന്നെയാവാനാണ് സാധ്യത. ഒരു പൊതു സ്ഥാനാർത്ഥി വേണമെന്ന നിലയിലും എൽഡിഎഫ് ക്യാമ്പിൽ ചർച്ച ഉയരുന്നുണ്ട്. വയനാട് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസിന്റെ പല മുതിർന്ന നേതാക്കളും കണ്ണുവെച്ചിട്ടുണ്ടെന്നാണ് പൊതുവിലയിരുത്തൽ. വിജയസാധ്യത തന്നെയാണ് ഇതിന് കാരണം. 2009 നടന്ന തെരഞ്ഞെടുപ്പിൽ 1,53,439 വോട്ടിനായിരുന്നു UDF സ്ഥാനാർത്ഥി MA ഷാനവാസിന്റെ വിജയം. എന്നാൽ 2014 ഭൂരിപക്ഷം 20,870 കുറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആകെയുള്ള 7 മണ്ഡലങ്ങളിൽ 3 മാത്രമാണ് UDFന് വിജയിക്കാനായത്. എന്നാൽ നിലവിൽ മണ്ഡലം UDFന്റെ കോട്ടയാണെന്ന് തന്നെയാണ് പൊതുവിലയിരുത്തൽ. T. സിദ്ദിഖ്, MM ഹസൻ, ഷാനിമോൾ ഉസ്മാൻ, VV പ്രകാശ്, KC വേണുഗോപാൽ എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. സ്ഥാനാർത്ഥി ആരായാലും വിജയം ഉറപ്പാണെന്നാണ് UDF നേതൃത്വം വ്യക്തമാക്കുന്നത്. ഈ രണ്ട് ജില്ലകൾ കൂടി വരുന്നത് കൊണ്ട് വയനാട് മാത്രം ഒറ്റക്കിടക്കേണ്ട ഒരു തീരുമാനമല്ല. എങ്കിൽ പോലും വയനാടിനെ തിരിച്ചറിയുന്ന വയനാട് പാർലമെൻറ്റ് മണ്ഡലത്തെ തിരിച്ചറിയുന്ന ജനങ്ങൾക്കൊപ്പം കഴിഞ്ഞ കാലങ്ങളിൽ എംപിമാർ എന്ന പോലെ ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനവികാരങ്ങൾ തിരിച്ചറിയുന്ന അതുകൊണ്ട് കാർഷിക മേഖലയാണ് വയനാട്. കാർഷിക മേഖലയിൽ നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധിയും കാര്യങ്ങളൊക്കെയുണ്ട്. അങ്ങനെ കാർഷിക മേഖലയിൽ കർഷകരോടൊത്ത് കാർഷിക പ്രശ്നങ്ങളൊക്കെ പാർലമെൻറ്റ് ഉന്നയിക്കാൻ കഴിയുന്ന, പിന്നെ വയനാടിൻ്റെ ഒരു പൊതുവികസന കാഴ്ചപ്പാടുള്ള സ്ഥാനാർത്ഥി വേണം തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചുള്ള ഒരു അഭിപ്രായം. പിന്നെ സ്ഥാനാർത്ഥി ആരെ എന്ന് തീരുമാനമെടുക്കേണ്ടത് AICC-യാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കിയതിന്റെ ആത്മവിശ്വാസത്തിലാണ് LDF. അന്ന് 7-ൽ 4 സീറ്റ് നേടാൻ LDFന് സാധിച്ചിരുന്നു. കൂടാതെ വീരേന്ദ്രകുമാർ ഇടതുപാളയത്തിലേക്ക് തിരിച്ചെത്തിയതും LDFന് പ്രതീക്ഷ നൽകുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥി തന്നെ വരാനാണ് സാധ്യത. എന്നാൽ അപ്രതീക്ഷിതമായി ഒരു പൊതുസ്ഥാനാർത്ഥി കടന്നു വരാനുള്ള സാധ്യതയുമുണ്ട്. കഴിഞ്ഞ തവണ സത്യമൊകേരിയാണ് ദുർബലനായ സ്ഥാനാർത്ഥിയാണെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. മാത്രമല്ല നല്ല മാർജിൻ്റെ വലിയ വ്യത്യാസം ഉണ്ടായി. 1.5 ലക്ഷം വോട്ടിൽ നിന്ന് 20,000-ലേക്ക് വന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് സ്ഥാനാർത്ഥി ഒരു പ്രശ്നമല്ല. നല്ല സ്ഥാനാർത്ഥി തന്നെ വരും. ഇടതുപക്ഷ മുന്നണിയുടെ ഒരു സ്ഥാനാർത്ഥി വരും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFന്റെ ഭൂരിപക്ഷം കുറയ്ക്കാനായതും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മേൽക്കൈ നേടാനായതിൻ്റെയും പ്രതീക്ഷയിലാണ് LDF. UDF ക്യാമ്പോ തികഞ്ഞ പ്രതീക്ഷയിലും. സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞാൽ മാത്രമേ മത്സരത്തിൻ്റെ ചിത്രം കൂടുതൽ വ്യക്തമാവൂ. മീഡിയ 1 വയനാട്.